കൂടെ ഉള്ളവർ തന്നെയായിരിക്കും, നമ്മുടെ കൂടെയുള്ള ഭക്തന്മാരായിരിക്കും. പക്ഷേ അവരുടെ ലെവല് ഒരു ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കും. അതായത് ഭക്തിയുടെ ആ തലത്തിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കഷ്ടമുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. അതാണ് ദ ബെസ്റ്റ് ഭക്തിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സാധനാ ഭക്തിയിൽ നമ്മൾ, അല്ലെങ്കിൽ ഭാവഭക്തി എന്ന് പറഞ്ഞേക്കാം, ഭാവഭക്തിയുടെ തലങ്ങളുണ്ട്. ഭാവഭക്തിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള തലങ്ങൾ. നമ്മൾ ആദ്യം സ്വഭാവ സവിശേഷതകൾ പറഞ്ഞു, ഭാവഭക്തിയുടെ സ്വഭാവ സവിശേഷതകൾ. ഇനി സ്റ്റേജസുകളുണ്ട്. അത് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക്. ആർക്കെങ്കിലും അത് അറിയാൻ സാധിക്കുകയോ? ആർക്കെങ്കിലും അറിയോ? അന്യാഭിലാഷിത ശൂന്യാന്ന്. അത് 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 നമ്മളെല്ലാവരും ഇങ്ങനെ കഴുത്തിൽ അണിയേണ്ട ഒരു ശ്ലോകമാണ്. അന്യാഭിലാഷിത ശൂന്യം ജ്ഞാന കർമാദ്യനാവൃതം അനുകൂല്യേന കൃഷ്ണാനുശീലനം നിർത്തിയിരിക്കണം. ഈ അനുകൂല്യേന എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. കേൾക്കാമോ? ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു, കേൾക്കാം. കേൾക്കാം പ്രഭുജി. ഹരേ കൃഷ്ണ. ക്ലിയർ ആണ് പ്രഭു, കേൾക്കാം. ഓക്കെ ഓക്കെ, സോറി, എനിക്കൊരു കോൾ വന്നത് കൊണ്ട് കട്ടായതാണ്. പ്രഭു ഒന്ന് സ്പോട്ട് ലൈറ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഭാവഭക്തിയുടെ സ്റ്റേജസ് നമ്മൾ പറയുന്നുണ്ട് അല്ലെ, ഭാവഭക്തിയിൽ എത്താൻ വേണ്ടിയിട്ട്. അതിലൊരു ശ്ലോകമുണ്ട്. ആ ശ്ലോകത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ആ ശ്ലോകം നമുക്കറിയില്ല, പക്ഷെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകമാണത്. അത് അറിയാതിരിക്കില്ല, എങ്കിൽ കൂടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയാം. അതായത് ആദ്യം ആദോ ശ്രദ്ധ തദോ സാധു സംഘോദ ഭജനക്രിയ തദോ അനർത്ഥ നിർവൃതിസ്യ തദോ നിഷ്ഠ രുചിസ്തത അതാസക്തിസ്തദോ ഭാവ തദാ പ്രേമ വിദ്യുച്ഛതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേ ക്രമഃ. അതായത് ഇവിടെ ഒരു 9 സ്റ്റേജ് ഭാവത്തിനെ കുറിച്ചിട്ട് വേണ്ടിയിട്ട് ഭാവഭക്തിയുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധയാണ്. ആദൗ ശ്രദ്ധ തദോ സാധു സങ്കോച വചനക്രിയ തദോ അനർത്ഥ നിർവൃതിസ്യ തദോ നിഷ്ഠ രുചിസ്തത അതാസക്തിസ്തതോ ഭാവ തദാ പ്രേമ വിദ്യുച്ഛതി സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേത് ക്രമഃ.
ഇത് 9 സ്റ്റേജസ് ആണ്. ഈ 9 സ്റ്റേജസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആദ്യം നമുക്ക് എന്തുണ്ടാവണം? ഭഗവാനില് വിശ്വാസം ഉണ്ടാവണം. ശ്രദ്ധ എന്ന് പറയുന്നത്, അതായത് ഒരു ചെറുതായിട്ടുള്ളൊരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ആ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പതുക്കെ പതുക്കെ ആ വിശ്വാസം ദൃഢമാക്കി തീർക്കാൻ സാധിക്കും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടാവണം. പക്ഷെ ഈ ശ്രദ്ധ വെറുതെ കിട്ടില്ല. ഇതൊക്കെ നമ്മുടെ സുകൃതി മൂലം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ രാവിലെ തന്നെ ഭഗവത് കഥ കേൾക്കാൻ വേണ്ടിയിട്ടും ഭഗവാന്റെ തിരുനാമം ചൊല്ലാൻ വേണ്ടിയിട്ടും വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയോ സുകൃതി കിട്ടിയിരിക്കുന്നുണ്ട്. അപ്പൊ ഈ സുകൃതി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ സത്സംഗം എടുക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മളിൽ വിശ്വാസം ഉണ്ടാവാൻ കാരണം തന്നെ എത്ര പേരുണ്ട് അവിശ്വാസികളായിട്ടുള്ള ആളുകൾ? ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊല്ലത്തും തിരുവനന്തപുരത്തും അതേമാതിരി കുറച്ച് സ്ഥലങ്ങൾ, ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ കയറിയിരിക്കുന്നവരുടെ സ്ഥലങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇത്ര ആളുകളെ നിങ്ങളുടെ പ്രദേശത്തുള്ളൂ? അല്ല, ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവർക്ക് എന്തേ ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത്? അവർക്ക് സുകൃതി ഇല്ല. നമുക്കെന്തോ ഭഗവാന്റെ കൃപ മൂലം സുകൃതി കിട്ടിയിരിക്കും. എന്തോ നമ്മൾ മുജ്ജന്മ സുകൃതം എന്ന് പറയും. നമ്മൾ എന്തോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നു? സുകൃതി കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്. ആ ഭഗവത് ഭക്തി നമ്മൾ ചെയ്യും. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് വേണ്ടത്? ശ്രദ്ധ. ശ്രദ്ധ. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത സ്റ്റേജ് സാധു സംഘ. ആദ്യം വിശ്വാസമുണ്ടായി. ഈ വിശ്വാസത്തെ നമ്മൾ ആട്ടി ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസം വീക്കാവരുത്. നമ്മുടെ വിശ്വാസം ദൃഢമായിരിക്കും. അതിനു വേണ്ടിയിട്ട്, ദൃഢമാക്കാൻ വേണ്ടിയിട്ട് നമ്മള് സാധുക്കളുടെയും ശാസ്ത്രത്തിന്റെയും സംഘമെടുക്കുന്നു. അതുകൊണ്ടാണ് സാധു സംഘ എന്ന് പറയുന്നത്. അപ്പൊ ആ വിശ്വാസത്തോട് കൂടിയിട്ട് നമ്മള് മറ്റ് ഭക്തന്മാരുടെ സംഘമെടുക്കുന്നു. അങ്ങനെ സംഘമെടുക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് കേൾക്കാനും സംസാരിക്കാനും, ഭഗവാനെ കുറിച്ച് കേൾക്കാനും ഭഗവാനെ കുറിച്ച് സംസാരിക്കാനും നമുക്ക് സാധിക്കുന്നു. അങ്ങനെ നമ്മുടെ ഭക്തി മുന്നോട്ട് പോകും. വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഗതി എന്താ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഭക്തി ഭക്തന്മാരിലൂടെ നമ്മളിലേക്ക് ട്രാൻസിറ്റ് ആകും. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി വരുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി വരുന്നത് ബൈ വയറാണ്. നമ്മുടെ വീട്ടിലേക്ക് വയറിലൂടെ ഇലക്ട്രിസിറ്റി വരുന്നു. അപ്പൊ ഈ വയർ ഇല്ല എങ്കിൽ നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി കിട്ടില്ല. അതേമാതിരി ഭക്തി ഭക്തന്മാരിലൂടെ മാത്രമേ ട്രാൻസിറ്റ് ആവുള്ളൂ. ആയതുകൊണ്ട് നമ്മൾ സാധുക്കളുടെ സംഘമെടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോ രണ്ടാമത്തെ സ്റ്റേജ് എന്താണ്? സാധു സംഘം. ഇനി മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം നമുക്ക്. എടുത്താണ് ആദോ ശ്രദ്ധ, തതോ സാധു സംഘോദ ഭജനക്രിയ. അതായത് ഭക്തി യുക്ത സേവനങ്ങളിൽ ഏർപ്പെടുക. ഭക്തി, അതായത് ഭക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്
നമ്മൾ പ്രയത്നിക്കുക. അതെങ്ങനെയാണ് സാധ്യം? അത് നമ്മൾ കുറച്ച് നിഷ്ഠ, നമ്മൾ കുറച്ച് സ്റ്റേജസ് ഉണ്ട് അല്ലെ, സോറി, എന്താ പറയണ, നമ്മുടെ കുറച്ച് തീരുമാനങ്ങൾ അതിന് അനിവാര്യമാണ്. ഒന്ന്, സ്ഥിരമായിട്ട് നാമം ജപിക്കുക, സ്ഥിരമായിട്ട് ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവത് സേവനത്തിൽ ഏർപ്പെടുക, മറ്റു ഭക്തന്മാരുടെ സേവനത്തിൽ ഏർപ്പെടുക. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായിട്ട്, അതായത് ഇതിനെയാണ് ഭജനക്രിയ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇനീഷ്യൽ സ്റ്റേജില് നമ്മൾ അനിഷ്ടക്കാരാണ്, അല്ല, നമുക്ക് അനിഷ്ടമുണ്ടാവും. അതായത് അനിഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമില്ലായ്മ എന്നല്ല, തീർച്ചയായിട്ടും ഇഷ്ടമില്ലായ്മയാണ്. പക്ഷെ റെഗുലർ ആയിട്ടുള്ള ഭക്തി നമ്മൾ ചെയ്യുന്നില്ല, അതിന് അനിഷ്ട എന്ന് പറയും. അതായത് സ്റ്റഡി ആയിട്ടുള്ള ഭക്തി ചെയ്യാത്തൊരവസ്ഥയെ അനിഷ്ട എന്ന് പറയും. ഇനി നിഷ്ഠ വന്നു കഴിഞ്ഞാൽ വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി റെഗുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഭക്തിയിൽ ഏർപ്പെടുന്നു. അത് ഭജനക്രിയയിൽ ഉണ്ടാവണം. അപ്പൊ ഇങ്ങനെ ഭജനക്രിയ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എന്താണ് അനർത്ഥ നിവൃത്തി? ഈ അനർത്ഥ നിവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ക്ലേശാഗ്നി, അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി. ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമ്മുടെ ക്ലേശങ്ങൾ ഇല്ലാതെയാകുന്നു. പിന്നെ വേറെന്താണ്? ശുഭത, നല്ല ഓസ്പിഷ്യസ്നെസ് ഉണ്ടാകുന്നു. അടുത്തത് എന്താണ്? അടുത്ത സ്റ്റേജ് എന്താണ്? നിഷ്ഠാരുചി. ഇല്ലില്ല, അത് ഇവിടത്തെ നമ്മള് ഈ ഇത് പഠിച്ചിട്ടുണ്ട്. ക്ലേശാഗ്നി, ശുഭത, ഒരു 6 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. അതായത് നമ്മള് മോക്ഷലഘുതാകൃത്, മോക്ഷലഘുതാകൃത്. അടുത്തത് സുദുർലഭ, സുദുർലഭ. മൂന്നാമത്തത് ഒരു 6 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. 2 എല്ലാത്തിലും വരുമെന്ന്. അപ്പൊ ഇതെപ്പോഴാണ്? എന്താ മാതാജി? സാന്ദ്രാണ്. യെസ്. ലാസ്റ്റ് കൃഷ്ണാകർഷണി. ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് ആവശ്യം വരും, നോക്കിക്കോളൂ ഇത്. അപ്പോ ഇവിടെ അനർത്ഥ നിവൃത്തി ഉണ്ടാവുന്നു. അനർത്ഥ നിവൃത്തി ഉണ്ടാവുന്ന വെച്ചാൽ നമ്മുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഒരുപാട് ചേഞ്ചസ് നമ്മുടെ സ്വഭാവങ്ങളിൽ ഉണ്ടാകുന്നു. നമ്മൾ സ്റ്റഡി ആയിട്ട് ഭക്തി ചെയ്യുന്നതിന്റെ ഫലമായിട്ട് റെഗുലർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ സാധന പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളിലുള്ള അനർത്ഥങ്ങള്, നമുക്കുണ്ടാകാൻ പോകുന്ന കാര്യങ്ങളിൽ അനർത്ഥങ്ങള് മാറുന്നു. ഇതിനെയാണ് ഡീപ് പ്യൂരിഫിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ്, അതായത് ഈ അനർത്ഥ നിവൃത്തി ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭക്തി ഉത്തമമാണെങ്കിൽ മാത്രമേ, അതായത് ഭക്തി വളരെ സ്റ്റഡി ആയിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ ഈ അനർത്ഥ നിവൃത്തി ഉണ്ടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അനർത്ഥം അതേമാതിരി നിൽക്കും. നമുക്ക് നാമപ്രഭുവിനോട് രുചി ഉണ്ടാവില്ല, നാമം ചൊല്ലാനുള്ള രുചി ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്ഥിരമായിട്ട് നാമം ചൊല്ലുന്നവർ, സ്റ്റഡി ആയിട്ട് നാമം ചൊല്ലുന്നത്, മഴയാവട്ടെ, കാറ്റാകട്ടെ, കൊടുങ്കാറ്റാവട്ടെ, എന്തു തന്നെയാവട്ടെ, അവര് ആ നാമപ്രഭുവിനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ആ സമയത്ത് നാമം ചൊല്ലാനിരിക്കും. അങ്ങനെ സിൻസിയറിറ്റിയോട് കൂടിയിട്ട് ആരാണോ ഭക്തി ചെയ്യുന്നത്, അവരുടെ അനർത്ഥങ്ങൾ, അതായത് ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളെല്ലാം മാറി കിട്ടുന്നു. നമ്മുടെ മനസ്സ് ഭക്തിയില്, അതായത് ഫേം ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് നിഷ്ഠ എന്നുകൂടെ പറയാം.
അതായത് വളരെ അടുത്ത സ്റ്റേജ്. അനർത്ഥ നിവൃത്തി കഴിഞ്ഞാല് ആദോ ശ്രദ്ധ തതോ സാധു സങ്കോദ ഭജനക്രിയ തതോ അനർത്ഥ നിർവൃതി സ്യാത് തതോ നിഷ്ഠ രുചിസ്തഥാ. നിഷ്ഠ അടുത്തത്. അപ്പൊ നിഷ്ഠയിൽ എന്താണ്? ഞാൻ 4:30 മണിക്ക് എണീക്കും. ഒരാളും ഇപ്പൊ നമ്മുടെ ആദികൃത പ്രഭു എല്ലാം എല്ലാവർക്കും ഫോൺ ചെയ്തിട്ട് ആളുകളെ വിളിക്കാറുണ്ട് രാവിലെ, പ്രഭു സമയമായി വരണം ക്ലാസ്സിൽ. പക്ഷേ നിങ്ങളിൽ നിഷ്ഠ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെന്നെ ആരും വിളിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങൾ എണീക്കും. അതിനാണ് നിഷ്ഠ എന്ന് പറയുന്നത്. എത്രാമത്തെ പേജാ പ്രഭു? ഹരേ കൃഷ്ണ. എന്താ മതജി? ഇത് എത്രാമത്തെ പേജാ ഭക്തിരസാമൃത സിന്ധുവില്? ടെസ്റ്റിൽ എത്രാമത്തെ പേജാ പ്രഭു? ഇത് പേജ് എനിക്ക് പറയാൻ പറ്റില്ല മാതാജി. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഹരേ കാരണം ഞാൻ ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇത് ഭഗവത്ഗീതയിലെ 10ാമത്തെ ശ്ലോകത്തിനകത്തുണ്ട് 4.10. 4.10 അല്ല, ഉണ്ട്. അത് പറയുന്നുണ്ട്. ഇത് ഭക്തിരസാമൃത സിന്ധുവിൽ എവിടെയാണെന്ന് നോക്കണം. ഏത് പേജ് ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. മലയാളത്തിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ റെഫർ ചെയ്യുന്നത് കുറെ കാലമായിട്ട് നാട്ടിലില്ല. 10-21 വർഷമായിട്ട് നാട്ടിലില്ലാത്തത് കൊണ്ട് മലയാളത്തിനോട് വലിയ ടച്ചില്ല. തീർച്ചയായിട്ടും വായിക്കാൻ അറിയാം, സംസാരിക്കാൻ സാധിക്കും, പക്ഷെ വലിയ കൂടുതലായിട്ട് വായനയില്ല. കാരണം നമ്മൾ ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിനോടുള്ള കുറച്ച് കൂടുതൽ അടുപ്പമുണ്ട്. സോറി, ഞാൻ മലയാളത്തിൽ വായിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇത് മലയാളത്തിൽ, അതായത് ഭക്തിരസാമൃത സിന്ധുവില് വളരെ, അത് 1ാമത്തെ സെക്ഷനിൽ തന്നെ വരുന്നതാണ്. നമുക്ക് കാണാൻ സാധിക്കും. സാധന ഒന്നാമത്തെ 2 ബുക്കാണ്, വലിയ 2 ബുക്കുണ്ട്. സാധാരണ ഒരു ബുക്കാണ് ശ്രീല പ്രഭുപാദ് തന്നിട്ടുള്ളത്. പ്രഭുപാദ് നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ എക്സ്ട്രാക്ട് ആണ്. പക്ഷെ ഭാനുസ്വാമി നമുക്ക് ഭക്തിരസാമൃത സിന്ധു 2 വോള്യമായിട്ട് തന്നിട്ടുണ്ട്. അത് മലയാളത്തിൽ ഉണ്ടാവില്ല, ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു തോന്നുന്നു. അപ്പൊ രൂപഗോസ്വാമിയുടെ ഈ ഭക്തിരസാമൃത സിന്ധു എന്ന് പറഞ്ഞ പുസ്തകം ആക്ച്വലി രണ്ടാണ്. 2 പോർഷൻ ഉണ്ട്, 2 പാർട്ട് ഉണ്ട് അതില്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഈ ആദോ ശ്രദ്ധ തതോ സാധു സങ്കോദ ഭജനക്രിയ എന്നതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേമാതിരി ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും ഇതിന്റെ റെഫറൻസുകളുണ്ട്. ഇപ്പൊ പ്രഭു പറഞ്ഞതുപോലെ 4.10 ഇതിന്റെ ഈ ശ്ലോകമുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോറി മാതാജി, ക്ഷമിക്കണം. ഹരേ അപ്പൊ കൃഷ്ണ. ഇപ്പൊ ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് നിഷ്ഠയാണ്. അപ്പോ ആദ്യത്തെ എന്താണ് നമ്മൾ കണ്ടത്? ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, പിന്നെ നിഷ്ഠ. ഇനി 6ാമത്തെ ഇത്. അപ്പൊ ഈ നിഷ്ഠ വന്നു കഴിഞ്ഞാല് പിന്നെ രുചി കിട്ടും നമുക്ക്. അതായത് ഒരു രാമഭക്തൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രാമഭക്തൻ രാമന്റെ നാമത്തിനോട് വളരെയധികം അടുപ്പമുണ്ടായിരുന്നു. അതായത് രാമനാമം ചൊല്ലുന്നു നിർത്താൻ പറ്റില്ല അദ്ദേഹത്തിന്. അദ്ദേഹം രാമനാമം ചൊല്ലിക്കൊണ്ടിരിക്കും. നിങ്ങൾ ദ്വാരകയിലൊക്കെ പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കും. ദ്വാരകയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ഒരു ക്ഷേത്രത്തില് 24 hours നമ്മുടെ ക്ഷേത്രത്തിലും പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ വൃന്ദാവനത്തില് ഹരേ കൃഷ്ണ, അതായത് ഇസ്കോൺ ക്ഷേത്രത്തില് ഹരേ കൃഷ്ണ മഹാമന്ത്രം 24 hours പോകുന്നുണ്ട്. അതേമാതിരി തന്നെ രാമനാമം ദ്വാരകയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തില് 24 hours രാമനാമം പോയിക്കൊണ്ടിരിക്കും. അതെന്താന്ന് വെച്ചാല് ജയറാം ശ്രീറാം ജയ ജയറാം എന്ന് പറഞ്ഞിട്ടുള്ള നാമം. അത് 24 hours പോയിക്കൊണ്ടിരിക്കും. ജയറാം ശ്രീറാം ജയ ജയറാം, ജയറാം ശ്രീറാം ജയ ജയറാം, ജയറാം ശ്രീറാം ജയ ജയറാം, ജയറാം ശ്രീറാം
ജയ ജയ രാം. ഇങ്ങനെ 24 മണിക്കൂറും പോയിക്കൊണ്ടിരിക്കും. അവരത് നിർത്തുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കതിൽ രുചി കിട്ടിക്കഴിഞ്ഞു. അപ്പോ ഈ നിഷ്ഠയുടെ അടുത്ത സ്റ്റേജാണ് രുചി എന്ന് പറയുന്നത്. ഈ രുചി കിട്ടിക്കഴിഞ്ഞാല്, അതായത് നമ്മൾ ഭക്തിയിൽ എന്ത് ചെയ്താലും അത് എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യും. ഈവൻ പ്രസാദം കഴിക്കുകയാണെങ്കിൽ കൂടിയിട്ട് നമ്മളത് വളരെ എൻജോയ്, അതായത് ഇത് ഭഗവാന് നിവേദിച്ചിട്ടുള്ളതാണല്ലോ, ഭഗവാൻ സ്വീകരിച്ചതാണല്ലോ, ഇതിനെന്തൊരു ടേസ്റ്റ് ആണ് എന്ന്, അതായത് അത്രയും ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സ്വീകരിക്കും. അതിനെയാണ് രുചി എന്ന് പറയുന്നത്. അതായത് ഭഗവത് കാര്യങ്ങളില് എൻജോയ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും നമ്മൾ, അല്ലെങ്കിൽ നമുക്കത് റിലിഷ് ചെയ്യുക എന്ന് പറയും. ഇപ്പൊ നമ്മളൊരു ഗുലാബ് ജാമുൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പീസ് കടിച്ച് ഇങ്ങനെ നുണച്ച് 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 നമ്മൾ കഴിക്കുന്നു. ഇനി ഒരു രസഗുള്ള ആണെങ്കിലും നുണച്ച് 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 കഴിക്കുന്നു. നമ്മൾ ഇക്കണോമിക്സിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഒരെണ്ണം കഴിച്ചാൽ മതി. കാരണം നമ്മൾ 4-5 കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ളൊരു ടേസ്റ്റ് നമുക്കില്ലാതെ പോകും. ഇതല്ല. ഈ ഭക്തിയില് നമ്മൾ എത്ര കഴിക്കുന്നുവോ ആ ഒരു രുചി അതങ്ങനെ തന്നെ നിന്നുകൊണ്ടിരിക്കും. അതൊരിക്കലും ഡിമിനിഷ് ആവുന്നില്ല, കുറയുന്നില്ല. അപ്പോ രുചി. അടുത്തത് ആസക്തി. പക്ഷെ ഈ ആസക്തിക്ക് മുമ്പ് ഒരു കാര്യം കൂടി ഇട്ടോ. രുചി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ ഡ്യൂട്ടിയാണ്. അപ്പൊ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, ഈ ഒരു അവസ്ഥയാവില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ എങ്ങനെയാ നാമം ജപിക്കുന്നത്? നമ്മൾ നാമം ജപിക്കുന്ന 16 മാല എപ്പ കഴിയും എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് നമ്മൾ നാമം ജപിക്കും. 16 മാല കഴിഞ്ഞു കഴിഞ്ഞാല് ആ ബാഗ് എടുത്ത് അപ്പ തന്നെ നമ്മൾ ആ ആണിയില് മാറ്റിക്കഴിഞ്ഞാല് ആഹാ, എന്റെ കടമ കഴിഞ്ഞു. ആഹാ, എന്റെ 16 മാല ഞാൻ എടുത്ത ഞാൻ എൻ്റെ ഗുരുദേവനോട് ഒരു എടുത്തിട്ടുണ്ട്, ഞാൻ 16 മാല ജപിക്കുന്നത്, അത് കഴിഞ്ഞു, എന്റെ കടമ കഴിഞ്ഞു. പക്ഷേ ആസക്തിയിലിരിക്കുന്ന ഭക്തന്മാർ, അതായത് ഭക്തിയിൽ അടുത്ത തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാര്, അവർക്ക് ഒരിക്കലും നാമപ്രഭുവിനോട് മതിയേക്കാം എന്ന് പറയാൻ സാധ്യമല്ല. ആ നാമത്തിനോട് ആസക്തിയാണ് അവർക്ക്. ആ നാമം കേൾക്കുന്ന മാത്രയില്, അതായത് ഹരേ കൃഷ്ണ മാമന്ത്രം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഓടിയെത്താനുള്ള ഒരു ചിന്ത ഉണ്ടാവും ഭക്തന്മാർക്ക്. അതാണ് ആസക്തി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ്, അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാനും റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കും. ബാക്കി മണ്ടൈൻ കാര്യങ്ങളിലൊന്നും നമുക്കൊരു ഒരു എന്തുണ്ടാവും, ഒരു താല്പര്യം ഉണ്ടാവില്ല. ആ ഒരവസ്ഥ, അതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. അടുത്തത് ഭാവ. പ്രേമത്തിന്റെ പ്രാഥമികമായിട്ടുള്ള സ്റ്റെപ്പാണ് ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് പ്രേമം തളിർക്കുന്ന ഒരവസ്ഥ, ജസ്റ്റ് സ്പ്രൗട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ അവസ്ഥയെ ഭാവ എന്ന് പറയും. ഇവിടെ ഉത്തമമായിട്ടുള്ള
സ്നേഹം പ്രകടമാകുന്ന സ്റ്റേജ്. ആ പ്രേമം പ്രകടമാവാൻ തുടങ്ങുന്ന, അതല്ലെങ്കിൽ ആ പ്രേമം സ്റ്റാർട്ട് ചെയ്യുന്നൊരവസ്ഥ, അതാണ് ഭാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി 9ാമത്തെ സ്റ്റേജ് പ്രേമ. ഇതാണ് ദ ലാസ്റ്റ് ഹയസ്റ്റ് സ്റ്റേജ്. ഭക്തിയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു തലമാണ് പ്രേമ എന്ന് പറഞ്ഞു വരുന്നത്. ഇവിടെ സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ട് ഭഗവാനിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ ഇംഗ്ലീഷിലുള്ള ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കുമ്പോൾ പ്രഭുപാദ് കോട്ട് ചെയ്യുന്നത് കാണാൻ, കണ്ടീഷൻ സോൾസ്. നമ്മളെല്ലാം കണ്ടീഷൻ സോൾസ് ആണ്. അതായത് ബന്ധപ്പെട്ട ആത്മാ. പ്രേമ ലെവലിലേക്ക് വരുമ്പോൾ ഈ കണ്ടീഷൻ മാറി അൺകണ്ടീഷണൽ ലവ് ആയിത്തീരും. ഒരു കണ്ടീഷനും ഇല്ല അവിടെ, അൺകണ്ടീഷനാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും, ഈ പുതിയ തലമുറയെല്ലാം അവരുടെ സ്നേഹം എന്തിനോടാണ്, അത് അൺകണ്ടീഷണൽ ആണോ കണ്ടീഷണൽ ആണോ എന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഭഗവാനിലേക്കുള്ള അൺകണ്ടീഷണൽ സ്നേഹത്തിനെയാണ് പ്രേമ എന്ന് പറയുന്നത്. അവിടെ ഒരു കണ്ടീഷനും ഇല്ല. ഭഗവാനെ സംതൃപ്തനാക്കാൻ ശ്രമിക്കുക, ഈ ഒരു കണ്ടീഷൻ മാത്രമേ അവിടെയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഭക്തന്മാര് പ്രവർത്തിക്കുന്നത്. അപ്പോ ഈ 9 സ്റ്റേജുകൾ, ആദോ ശ്രദ്ധ, തതോ സാധു സംഗോദ ഭജന ക്രിയ, തതോ അനർത്ഥ നിർവൃത്തിസ്യ, തതോ നിഷ്ഠാ രുചിസ്തത, അഥാസക്തിസ്തതോ ഭാവ, തഥാ പ്രേമ വിദ്യുച്യതി. സാധകാനാം അയം പ്രേംനാം പ്രാദുർഭാവേ ഭവേത് ക്രമഃ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി ഭഗവത് സേവനത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങള് ആർക്കെങ്കിലും ഉണ്ടോ? ഞാൻ കുറച്ച് മുമ്പ് നിർത്തിയതാണ്, കാരണം ഹരേ കൃഷ്ണ. ഇതൊരുപാട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഒന്നുകൂടി ഒന്ന് പറഞ്ഞു തരൂ. 9 തലത്തിലുള്ളത് ശ്രദ്ധ, സാധു സംഗമ, പിന്നെ ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, രുചി, നിഷ്ഠ, രുചി, ആസക്തി, ആസക്തി, ഭാവഭക്തി, ഭാവ, പിന്നെ പ്രേമഭക്തി. പ്രേമഭക്തി. 8ാമത്തെ ആദോ ശ്രദ്ധ, തതോ സാധു സംഗോദ വചന ക്രിയ, തതോ അനർത്ഥ നിർവൃതിസ്യ, തഥാ നിഷ്ഠ രുചിസ്തത, അദാസക്തിസ്, തതോ ഭാവ, തഥാ പ്രേമ വിദ്യുച്യതി. 9 വന്നല്ലോ മാതാജി. എവിടെയാണ് മിസ്? ഒന്നുകൂടി വായിച്ചോളൂ, ഒന്നുകൂടി പറയൂ. ശ്രദ്ധ, സാധുസംഗ, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, നിഷ്ഠ, ആസക്തി, രുചി. രുചി 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 നിഷ്ഠ കഴിഞ്ഞ് രുചി. രുചി. പിന്നെ 8 ആസക്തി, ഭാവഭക്തി. 8ാമത്തത് ഭാവഭക്തി, 9ാമത്തത് പ്രേമഭക്തി. പ്രേമ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭു, ആ അനർത്ഥ നിവർത്തിയുടെ വിവരണം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ആദോ ശ്രദ്ധ, തതോ സാധു സംഗോദ വചന ക്രിയ, തതോ അനർത്ഥ നിവൃത്തിസ്യ. അതായത് സാധു സംഘം നമ്മൾ എടുക്കുന്നതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അനർത്ഥങ്ങള്
ഇല്ലാതെയായിത്തീരുന്നു. അതായത് നമ്മൾ റെഗുലറായിട്ട് ഭഗവത് ഭക്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അനർത്ഥങ്ങളെല്ലാം ഇല്ലാതെയായിത്തീരുന്നു. ഈ അനർത്ഥങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധനാഭക്തിയില്, ഭാവഭക്തിയില്, പ്രേമഭക്തിയില് രണ്ട് പോയിന്റുകൾ, രണ്ട് സ്വഭാവ സവിശേഷതകൾ നമ്മൾ പറഞ്ഞിരുന്നു. ക്ലേശാഗ്നി, ശുഭത. അതായത് ആദ്യം ക്ലേശങ്ങളെല്ലാം ഇല്ലാതെയാവുന്നു. അപ്പോ ഇതെല്ലാം അനർത്ഥങ്ങളാണ്. ഈ അനർത്ഥങ്ങളെല്ലാം നമ്മളിൽ നിന്നും ഇല്ലാതെയാകുന്നു. ക്ലേശാഗ്നി, ശുഭത. ശുഭത എന്ന് വെച്ചാൽ ഓസ്പീഷ്യസ്നെസ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മളിൽ നിന്നും അനർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായിട്ട് നമ്മളിൽ നല്ല ഗുണങ്ങൾ ഉണ്ടായിത്തീരുന്നു. അതാണ് അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അത് ഒരു കാര്യം കൂടി നമുക്ക് പറയാൻ സാധിക്കും. അനർത്ഥ നിവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരങ്ങള്, ക്ഷമയില്ലായ്മ, കുശുമ്പ്, കുനിഷ്ട്, ഇതെല്ലാം ഇല്ലാതെയാവുന്ന അർത്ഥം. ഇതെല്ലാം അനർത്ഥങ്ങളാണ് ഭക്തിയിൽ കേട്ടോ. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായത്തിലും പറയുന്നുണ്ട്, ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 12-ാമത്തെ അധ്യായത്തിലെ 13, 14 2 ശ്ലോകങ്ങള് ഈ കാര്യങ്ങൾ, അതായത് ഭക്തന്റെ സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഭക്തന്മാർക്ക് ഒരിക്കലും ഈ സ്വഭാവങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന്. ആർക്കെങ്കിലും അറിയോ അത്? ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു, നിർമ്മമോ നിരഹങ്കാര കൃഷ്ണ. അത് തന്നെയാണ് അതിന്റെ സ്റ്റാർട്ടിങ്. കൃഷ്ണ. അദ്വേഷ്ടോ സർവഭൂതാന മൈത്രകരണ ഏവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖശമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മനോബുദ്ധി യോ സമമേ പ്രിയ. അപ്പോ അദ്വേഷ്ട സർവഭൂതാനം, ഭൂതങ്ങളോട് നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. അതായത് ഏങ്കർ. അപ്പൊ ഈ ദേഷ്യം, ആഗ്രഹങ്ങള്, ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, അതായത് അനർത്ഥ നിവൃത്തിയില് ഇതെല്ലാം നിയന്ത്രണമായി തീരും നമ്മൾ ഉത്തമ ഭക്തി ചെയ്യുകയാണെങ്കിൽ. സോ കോൾഡ് ഭക്തി, അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭക്തി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഈ അനർത്ഥ നിവൃത്തികൾ, അതായത് അനർത്ഥ നിവൃത്തി ഉണ്ടാവില്ല. സിൻസിയർ ആയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ ആളുകളോട് ദേഷ്യം ഉണ്ടാവുക, അവരെന്നെ കുറ്റം പറയുക, ഇതെല്ലാം നമ്മളിൽ നിന്നും മാറും എന്നുള്ളത് 100% ഷുവറാണ്. നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, ഒരുപാട് നമ്മളത് മനസ്സിലാക്കിയിട്ടുമുണ്ട്. ഇത് മതിയോ മാതാജി? ഓക്കെ ആണോ? ഹരേ കൃഷ്ണ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? അധികൃത പ്രഭു കേൾക്കുന്നുണ്ടോ? ഉണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ആർക്കും സംശയമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഭക്തന്മാര് എല്ലാം മനസ്സിലായി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതൊന്നും മനസ്സിലായില്ല എന്നുള്ളതെന്ന് അറിയില്ല. രണ്ടായാലും കുഴപ്പമില്ല. ഇനിയും അല്ല പ്രഭു, ചോദിക്കാനുള്ള സമയങ്ങളുണ്ട്. മനസ്സിലാകുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നോട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച് പ്രഭു. പ്രഭു, ഒരു എക്സാം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. സംശയം ഇടയ്ക്കൊക്കെ ഇതുവരെ ചോദിക്കുമ്പോഴേ എല്ലാരും ഒക്കെ നിർബന്ധിക്കുമ്പോഴേ പറയുള്ളൂ, അല്ലേ ആരും വേണ്ടത്. അത്രേ ഉള്ളൂ. ഇത് ഭക്തി സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് ഇവിടെ നമ്മൾ ആരും വലിയവന്മാരല്ല കേട്ടോ. ഭക്തന്മാരുടെ ഇടയിൽ ആരും വലിയവന്മാരോ ആരും ചെറിയവന്മാരോ ഇല്ല. തീർച്ചയായിട്ടും ഭക്തന്മാരുടെ സ്റ്റേജസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി എന്നുള്ള സ്റ്റേജസ് ഉണ്ട്. പക്ഷെ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഇന്നാൾ എന്നുള്ളത്. അപ്പൊ അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്രയും
എങ്ങനെ ഓരോരോ ഭക്തന്മാരെ കണ്ടാലും പ്രവർത്തിക്കണമെന്ന്, ഒരു കനിഷ്ഠാധികാരിയെ കണ്ടാൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു മധ്യമാധികാരിയെ കണ്ടാൽ എങ്ങനെ നമ്മൾ പ്രവർത്തിക്കണം, ഒരു ഉത്തമാധികാരിയെ കണ്ടാൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ഭാഗവതത്തിലും ഭഗവത്ഗീതയിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഭഗവാൻ. അപ്പൊ നമ്മൾ ഈ സ്റ്റേജസ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഭഗവത് ഭക്തന്മാർ തമ്മിൽ ഒരു എന്താണ്, ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഒരിക്കലും ഉണ്ടാവില്ല. ഭക്തന്മാരില് മമത ഉണ്ടായിട്ട് ഭക്തന്മാര് മറ്റു ഭക്തന്മാരെ, അതായത് കനിഷ്ഠ ഭക്തന്മാരെ കാണുമ്പോൾ അവരോട് വളരെ സഹതാപപൂർവമായിട്ട് ഇടപെടുന്നു. തന്നെ മാതിരിയുള്ള ആളുകളെ കാണുമ്പോൾ അവരോട് വളരെ സൗഹൃദപരമായിട്ട് ഇടപെടുന്നു. നമ്മളെക്കാൾ വലിയ ആളെ കാണുമ്പോൾ കുറച്ചും ഭവ്യതയോടുകൂടി നമ്മൾ ഇടപെടുന്നു. ഇത് ശാസ്ത്രം പഠിച്ചിട്ടുള്ളവർ അങ്ങനെ ചെയ്യുള്ളൂ. അപ്പൊ ഭക്തന്മാരുടെ ഇടയിൽ ആ ഡിസ്ക്രിമിനേഷൻ നമുക്കൊരിക്കലും കാണാൻ സാധിക്കില്ല. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രഭുവിന്റെ പ്രവൃത്തി, വളരെ ഭവ്യമായിട്ട് പ്രഭു അപ്പോ ഭക്തിയിൽ, അതായത് സ്റ്റേജിൽ, ഇന്ന് ഈ ഭക്തന്റെ സ്റ്റേജ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മളെല്ലാവരും സാധനാഭക്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ സാധനാഭക്തി ഒന്നുകൂടി സ്റ്റഡി ആക്കിയിട്ട് മുന്നോട്ട് പോകണം. ഇതാണ് ഭക്തിരസാമൃത സിന്ധു നമുക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ നിങ്ങളെല്ലാവരും ഭക്തിയിൽ ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്തിയിൽ, അതായത് ഈ ജന്മത്തിൽ തന്നെ ഭഗവത് ധാമത്തിലേക്ക് പോകാൻ സാധിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ ഹരേ പ്രഭു. കൃഷ്ണ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചിട്ടെ പ്രഭു, ഒരു സംശയം. പറയണം പ്രഭു. രാധാകൃഷ്ണ പ്രഭുവിന് രാധജീവൻ. പറയാം. രാധാജീവൻ പ്രഭുവിന് പറയണം. അങ്ങനെ ചോദ്യം ചോദിക്കാറില്ല, പിന്നെ അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പ്രഭു. നമ്മുടെ ഈ ഭാവഭക്തി എന്ന് പറയുന്നത്, നമ്മുടെ ഭഗവാനെ നമ്മൾ ഏത് വിധത്തിൽ, അതായത് നമ്മുടെ ഭാവം പുത്ര ഭാവത്തിലാണോ പിതൃഭാവത്തിലാണോ, അങ്ങനെയുള്ള ഇതാണോ ഭാവഭക്തി എന്ന് പറഞ്ഞാൽ? തീർച്ചയായിട്ടും അതുകൂടെ ഉണ്ട്. ആ 5 സ്റ്റേജുകൾ ഈ ഭാവഭക്തി അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ ശാന്തരസമാണോ, ദാസ്യരസമാണോ, വാത്സല്യരസമാണോ, സഖ്യരസമാണോ, പ്രേമം, അതായത് ഈ 5 രസങ്ങളും ഇതിലുണ്ട്. ഈ 5 രസങ്ങളിലൂടെ നമുക്ക് ഭാവഭക്തി ചെയ്യാൻ സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ക്ഷമിക്കണം ചോദ്യം ചോദിച്ചതിൽ. പ്രഭു വണ്ടർഫുൾ. അതായത് മറ്റുള്ളവർക്ക് പ്രഭു ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ഇപ്പൊ ഞാൻ അതിന്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അപ്പൊ ആ മനസ്സിൽ നിന്ന് വിട്ടുപോയത് പ്രഭു ചോദ്യം ചോദിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ അത് വിട്ടുപോയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഈ 5 ഭാവങ്ങളും ഭാവഭക്തിയിലുണ്ട്. ഒന്ന് ശാന്തരസം, മറ്റൊന്ന് ദാസ്യരസം, വാത്സല്യരസം, പിന്നെ സഖ്യരസം, മാധുര്യരസം. ഈ 5 രസങ്ങളും ഈ ഭാവഭക്തിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. ഈ ഭാവത്തിലൂടെ, അതായത് ഒരു മകനായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും, ഒരു ഫ്രണ്ടായിട്ട് ഭഗവാനെ കാണാൻ സാധിക്കും, ഒരു ദാസനായിട്ട്, ഭഗവാന്റെ ദാസനായിട്ട് നമ്മൾ ഭഗവാനെ കാണുന്നു, ഭഗവാന്റെ ഒരു കോൺജുഗൽ ലവറായിട്ട്, ഭഗവാന്റെ ലവറായിട്ട് നമ്മൾ ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നു. അതെല്ലാം ഭാവഭക്തിയിലാണ് സംഭവിക്കുന്നത്. അത് മൂർച്ഛിച്ചിട്ട്, അതാണ് പറയുന്നത് ഭാവഭക്തി എന്ന് വെച്ചാൽ പ്രേമഭക്തിയുടെ പ്രാരംഭ നിലയാണ്. അപ്പൊ ഈ പ്രാരംഭ നിലയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ ഈ ലെവലിലേക്ക് ഓരോരോ രസങ്ങളും നുകർന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അവസാനം, അതായത് ഏത് ലെവലിലാണോ നമ്മൾ നിൽക്കുന്നത്, നമ്മള് ശാന്തരസത്തിലാണെങ്കിൽ ശാന്തരസം, അതാണ് ഭീഷ്മദേവന്റെ അവസാനം. അദ്ദേഹത്തിന് ആ ശാന്തരസത്തിലാണ് അദ്ദേഹം തന്റെ ശരീരം വെടിഞ്ഞു പോയത്. ഭീഷ്മദേവ് ശാന്തരസത്തിന് ഉദാഹരണമാണ്. ഹനുമാൻ ദാസ്യരസത്തിന് ഉദാഹരണമാണ്. ഇനി സഖ്യരസത്തിനാണെങ്കിൽ നമുക്ക് ഉദാഹരണം അർജുനനാണ്. വാത്സല്യരസത്തിന് നമുക്ക് ഉദാഹരണമുണ്ട് നന്ദ യശോദ. പിന്നെ മാധുര്യരസത്തിന് ഗോലോക വൃന്ദാവനത്തിൽ, അത് വൃന്ദാവനത്തിലെ ഗോപികമാര്. അപ്പൊ ഈ രസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമുക്കും സ്വീകരിക്കാൻ സാധിക്കും. ആരെന്തോ ചോദിക്കാൻ വന്നല്ലോ. ഹരേ കൃഷ്ണ. ചോദിക്കാൻ വന്നോ? ആരോ ഒരു പെട്ടെന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു.
ഓക്കെ അപ്പൊ നമ്മുടെ ഓക്കെ പ്രഭു. സമയം ആയിരിക്കുവാണ്. പ്രഭു എന്നാണോ പട്ടാഴി വരിക? പ്രഭു ഞാൻ പട്ടാഴിക്ക് ഈ സൺഡേ ഞാൻ ഇവിടെ നമുക്കൊരു ഒരു പ്രോഗ്രാം ഉണ്ട്. ഈ സൺഡേ കഴിഞ്ഞിട്ട് അടുത്ത സൺഡേ ഞാൻ നോക്കാം പ്രഭു. സൺഡേ അല്ല, സാറ്റർഡേ ആണ് അവിടെ പ്രോഗ്രാം. ഇവിടെ സാറ്റർഡേ പ്രോഗ്രാം ആണ്. അവിടെ സാറ്റർഡേ, അത് കഴിഞ്ഞിട്ട് പിന്നെ സൺഡേ നമുക്ക് കൊല്ലത്തും നോക്കാമോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്താ വിളിച്ചെന്ന് പറയുന്നില്ല. ഞാൻ അവിടെ വരികയാണെങ്കിൽ അവർ വിളിക്കാറുണ്ട്. ശരി, നമുക്ക് കൊല്ലത്തും പട്ടാഴിയിലും നോക്കാം പ്രഭു. മാക്സിമം അടുത്ത സൺഡേ ഞാൻ അടുത്ത ആഴ്ച ഞാൻ കൺഫേം ചെയ്യാം പ്രഭു, ഉറപ്പായിട്ടും. അടുത്ത സൺഡേ നിങ്ങൾ ശ്രീപതി പ്രഭു ബുക്ക് ചെയ്തിരിക്കുക. അദ്ദേഹത്തിന് ഇങ്ങനെ 3 എണ്ണം ഇങ്ങനെ അടുത്തടുത്ത് അങ്ങ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ അദ്ദേഹം ബസ് കയറി ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ കഴിഞ്ഞു കൊല്ലം പാരിപ്പള്ളി ഇങ്ങനെ സെറ്റപ്പ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുക. അപ്പൊ ഇവിടെ കട്ടാക്കിയ പിന്നെ അദ്ദേഹത്തിന് വിഷമം. ഇല്ല, അപ്പൊ പ്രഭു എപ്പോന്ന് പറയണം, നമ്മള് വരാൻ തയ്യാറാണ്. നിങ്ങളുടെ സൗകര്യം പറയൂ. ഇത് നമ്മുടെ സൗകര്യമാണ്. ഇനി എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ബൈ ചാൻസ് ഇനി ക്ഷേത്രത്തിൽ എന്തെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഞാൻ അറിയിക്കാം. കാരണം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓടിയേ പറ്റൂ. അർജന്റ് ആണെങ്കിൽ അത് ഞാൻ പറയാം എന്തായാലും. പക്ഷെ ഇപ്പോഴത്തേക്ക് ടെൻഡേറ്റീവ് ആയിട്ട് എനിക്ക് അടുത്ത ആഴ്ച 3 ആഴ്ച നമ്മളിപ്പോ അഡ്വാൻസ് സ്റ്റേജിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. 3 ആഴ്ചത്തേക്ക് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവര് പിന്നെ മാറ്റാനും ബുദ്ധിമുട്ടുള്ള രീതിയിലാണ്. അപ്പൊ ഞാൻ പ്രഭുവിനെ വിളിക്കാം. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വരിക. പ്രഭുജിയോട് ആദരപൂർവ്വം 2 പ്രാവശ്യം പ്രഭുജിക്കും പ്രഭുജിയുടെ ഫാമിലിക്കും വേണ്ടിയിട്ട് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ പഞ്ചകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ 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 ഹരേ. ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ്. जय जगन्नाथ भगवान सुभद्रा मैया की जय जय। सुभद्रा मैया की जय। राम स्वामी की സുഭദ്ര ജയ ശ്രീകൃഷ്ണ സ്വാമി. നയനപദഗാമി ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവാതു മേ. ജഗന്നാഥ സ്വാമി നയനപദഗാമി ഭവാതു മേ. ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ് ജയ ജഗന്നാഥ് ജഗന്നാഥ്.